ഹായ് ഗൈസ്, വെൽക്കം ടു എജ്യൂപോഡ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നമ്മളിങ്ങനെ ഡീൽ ചെയ്ത് പോരുകയാണ്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 9, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ദ നൾ ഹൈപ്പോത്തസിസ് ഫോർ ദ കൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് ദാറ്റ് ദ വേരിയബിൾസ് ആർ. എപ്പോഴും ശ്രദ്ധിക്കണം, കൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ആ ആട്രിബ്യൂട്ട്സ് രണ്ടും ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ് ചെയ്യും. സോ ക്വസ്റ്റ്യനും അത്രേ ഉള്ളൂ. ദ നൾ ഹൈപ്പോത്തസിസ് ഫോർ ദ കൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് ദാറ്റ് ദ വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ്. നൾ ഹൈപ്പോത്തസിസിലാണ് നമ്മൾ എന്ത് പറയാ? ആ വേരിയബിൾസ് രണ്ടും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ആലോചിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കും, ഏത് ടെസ്റ്റ് ആണ് നമ്മൾ രണ്ട് ആട്രിബ്യൂട്ട്സിന്റെ ഇൻഡിപെൻഡന്റ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാന്നുള്ളത്? ഏത് ടെസ്റ്റ് ആടാ? കൈ സ്ക്വയർ ടെസ്റ്റ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. റെഡി? ഇനിതാ ചോദിച്ച മോഡൽ എക്സാമിന് ചോദിച്ച, നിങ്ങളോട് 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഈ ടേബിൾ തന്നുകൊണ്ട് ഇതും നിങ്ങൾ കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്? അതെങ്ങനെ മനസ്സിലാക്കാന്നല്ലേ? മനസ്സിലാക്കാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ കൈ സ്ക്വയറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക. അല്ലെങ്കിൽ എടാ അതും പ്രശ്നമൊന്നുമില്ല. അതാ നോക്കിക്കും. വോട്ടേഴ്സ് ഒപ്പീനിയൻ കൺസേണിംഗ് ദ ന്യൂ ടാക്സ് ബിൽ ആൻഡ് ദെയർ ഇൻകം ലെവൽസ് ആർ ഗിവൺ. ടെസ്റ്റ് ദെയർ ഇൻഡിപെൻഡൻസ്. ഈ വേർഡ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? കൈ സ്ക്വയർ ടെസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. നൾ ഹൈപ്പോത്തസിസ് എങ്ങനെ സെറ്റ് ചെയ്യുക? ഇവിടെ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ടാക്സ് ബില്ല്, 2 ഇൻകം ലെവലും. ഓക്കെ ആണ്. ടാക്സ് ബില്ലും ഇൻകം ലെവലും രണ്ടും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അതായത് ടാക്സ് ബിൽ ആൻഡ് ഇൻകം ലെവൽ ആർ ഇൻഡിപെൻഡന്റ്. ഇതാണ് എന്ത്? നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. റെഡി? ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ അപ്പൊ നോട്ട് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് കേട്ടോ. സോ അതായത് ടാക്സ് ബില്ല് ആൻഡ് ഇൻകം ലെവൽ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നല്ലേ? ഇനി ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ അടുത്തത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുക എങ്ങനെയാ? ഓരോ കോളത്തിൽ തരും. അതായത് നമ്മൾ ആക്ച്വലി അത് ഇങ്ങനെ കാണാം. EIJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാടാ? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ith റോ jth കോളം അങ്ങനെ നമ്മൾ ചെയ്ത്. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. I എന്ന് പറഞ്ഞാൽ റോ ആണ്, J എന്ന് പറഞ്ഞാൽ കോളത്തിന്റെ പൊസിഷൻ ആട്ടോ. അതെങ്ങനെ ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാ. നിങ്ങൾ ടോട്ടൽ ഓഫ് I, അതായത് കോളത്തിന്റെ ടോട്ടൽ എടുക്കുക, അതേപോലെ തന്നെ റോന്റെ ടോട്ടൽ എടുക്കുക. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എടുക്കുക RI ആ, റോന്റെ ടോട്ടൽ. അപ്പൊ ഇവിടുത്തെ ഇതിൻ്റെ എടുക്കുമ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുമ്പോൾ ഇതാണ് റോ ടോട്ടൽ. അത് കുത്തനെ എഴുതിയതിന്റെ ടോട്ടൽ. ഓക്കെ. അപ്പൊ RI ഇൻറ്റു കോളം ടോട്ടൽ CJ എന്നായത് ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ 80 ആ. കോളം ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 52 ആ, ഫസ്റ്റ് കോളത്തിൻ്റെതാണ്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചെയ്തേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഇത് ഫൈൻഡ് ചെയ്ത് വെക്കണം. ഓരോ പൊസിഷനിലെത്തതും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. റെഡി? അങ്ങനെയാണ്. നോക്കിക്കോ, സിമ്പിളാ. അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ വാല്യൂസ് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ടൈമിന് ലാഭിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. E11, E12, E21, E22. നോക്ക്, ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാ. ആദ്യം എഴുതുന്നത് റോ, രണ്ടാമത് എഴുതുന്നത് കോളം. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പൊ ഏതാ എലമെന്റ് വരിക? ഇതാ. ഇതിന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, ഇത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അവിടെ ഓൾറെഡി ഉള്ളത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾക്ക് ഫൈൻഡ് ചെയ്യുക. അതിന്റെ റോന്റെ ടോട്ടൽ, കോളത്തിന്റെ ടോട്ടൽ. റോന്റെ ടോട്ടൽ 52, കോളത്തിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതാ ഈ 30. അപ്പൊ 52 × 30 എന്നാ ഇതാ 52 × 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ 80. അപ്പൊ നമുക്ക് ആൻസർ 19.5. ഇനി നോക്കി 21 ചെയ്യുമ്പോൾ ഇതാണ് 21. ഇതിന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റോ ടോട്ടൽ ബൈ കോളം ടോട്ടൽ, റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ബൈ 80. 52 × 50/80. ഇതാണ് ആൻസർ. ഇനി ഇതാ 21, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം പൊസിഷൻ. അപ്പൊ ഇതാ ഇതിന്റെ റോ ടോട്ടൽ, ഇതിന്റെ കോളം ടോട്ടൽ. അപ്പൊ നോക്ക് 28 × 30/80 ആൻസർ കിട്ടി. ഇനി അടുത്തത് 22, ഇതിന്റെ റോ ടോട്ടൽ, ഇതിന്റെ കോളം ടോട്ടൽ. 28 × 50 എന്നാ വരിക ബൈ 80. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? എല്ലാത്തിന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടി സാർ. ഇനി കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വാല്യൂ വേണ്ടേ? സ്റ്റാറ്റിസ്റ്റിക് കൈ സ്ക്വയർ സ്റ്റാറ്റിക്കിന്റെ വാല്യൂ കാണുക എങ്ങനെയാ? നിങ്ങൾ സിഗ്മ O - E ബൈ E. O - E ഓൾ സ്ക്വയർ ഉണ്ട്. സിഗ്മ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓൾ സ്ക്വയർ. അത് ഡിഫറൻസ് ആണ്. അതിന്റെ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതാണ് കൈ സ്ക്വയർ. നിങ്ങൾ ടേബിൾ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ടേബിൾ വാല്യൂ നിങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ടേബിൾ വാല്യൂ. ഇവിടെ ഇതാണ് ടേബിൾ വാല്യൂ. ഇനി നിങ്ങൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്
കണ്ടെത്തേണ്ടത് എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനിതാ വാല്യൂസ് ഒക്കെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതാ O മൈനസ് ഇ ബൈ O എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇതിന്റെ E11 ഈ പൊസിഷനിൽ, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലുള്ള എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണിത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതാന്നറിയോ? 12 മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി 19.5 അതിന്റെ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. അതേപോലെ തന്നെ ഇതാ സെക്കൻഡ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ളതല്ലേ, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അതിന്റെ എക്സ്പെക്ടഡ് 32.5 ആണ്, ഒബ്സർവ്ഡ് 40. അപ്പോൾ ഇതാ 40 മൈനസ് 32.5 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 32.5. അപ്പോൾ അതേപോലെ ബാക്കിയുള്ളതിൻ്റെ കൂടി ചെയ്താൽ ഇതെല്ലാം കൂടി നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും, 13.17. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൈ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നിങ്ങളുടെ ടേബിൾ വാല്യൂ ഇവിടെ തരും, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തരും. ഇവിടെ കൈ സ്ക്വയർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താ 1 പറഞ്ഞത്, ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവൽ 5% ആയതുകൊണ്ട് 0.05. അപ്പം വാല്യൂ 3.8415. അതായത് കൈ സ്ക്വയർ വാല്യൂ ഗ്രേറ്റർ ദാൻ മോഡ് കൈ സ്ക്വയർ ആണ് എടുക്കുക. മോഡ് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ഇവിടെ നിങ്ങൾക്ക് എന്താണോ തന്നത്, ഇവിടെ 1 തന്നത്. അപ്പോൾ കൈ സ്ക്വയർ ആൽഫ, ആക്ച്വലി കൈ സ്ക്വയർ ആൽഫനേക്കാൾ കൂടുതലാണെങ്കിൽ, ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? റിജക്റ്റ് H0 എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കിട്ടിയ വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതുന്നു. 13.17 ഗ്രേറ്റർ ദാൻ നിങ്ങളുടെ കൈ സ്ക്വയർ ആൽഫന്റെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ തന്നത് 3.84 ആണ്. അപ്പോൾ 3.84 ആക്ച്വലി ഇത് ട്രൂ അല്ലേ? ഇത് ട്രൂ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? H0 റിജക്റ്റഡ്. H0 റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കിക്കോ. H0 നിങ്ങൾ ഓൾറെഡി ഒരു നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ടാക്സ് ബിൽ ആൻഡ് ഇൻകം ലെവൽ ആർ ഇൻഡിപെൻഡന്റ് എന്നാണ്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് റിജക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് H1 എന്നാ. അപ്പോൾ ഇത് നിങ്ങളോട് റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇത് റിജക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാ അല്ലേ? ഇത് റിജക്റ്റ് ചെയ്യണമെങ്കിൽ ഇതല്ലേ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ, ഒന്ന് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യും. അതിന്റെ അർത്ഥം ടാക്സ് ബിൽ ആൻഡ് ഇൻകം ലെവൽ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് H1. അപ്പോൾ ടാക്സ് ബിൽ ആൻഡ് ഇൻകം ലെവൽ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടേബിൾ വാല്യൂ തന്നിട്ടാണ് ചോദിക്കുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കൃത്യമായിട്ട് ഇത് ചെയ്യണം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ? വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ടൈപ്പ് 1 ടൈപ്പ് 2 എററും എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. ഫസ്റ്റ് ഇത് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്റ്റ് H0 when H0 is true. H0 ട്രൂ ആകുന്ന കേസിൽ അത് റിജക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയാ? ടൈപ്പ് 1 എറർ എന്ന് പറയാം. അതേപോലെ തന്നെ ആക്സെപ്റ്റ് H0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ഏത് കേസിൽ? H0 ഫാൾസ് ആകുമ്പോൾ. അതാണ് എന്ത്? ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. നോട്ട് ദ പോയിന്റ് മക്കളെ. സോ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇതാ നോക്കിയേ, ഡിഫൈൻ ദ ഫോളോയിങ്. ഡെഫിനിഷൻസ് ആണ് ചോദിക്കാൻ ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആൽഫ അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയാം. അതായത് നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ H0 ഇസ് ട്രൂ. നമ്മൾ അതല്ലായിരുന്നു പറഞ്ഞത്. പി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞതല്ലേ, റിജക്ട് H0 വെൻ H0 ഇസ് ട്രൂ. H0 ട്രൂ ആകുമ്പോൾ അത് റിജക്ട് ചെയ്യുന്നതിന്റെ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് ആൽഫ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി എന്താ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് റീജിയൻസും ഉണ്ടാവും, ക്രിട്ടിക്കൽ റീജിയൻസും ഉണ്ടാവും. നിങ്ങൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുമ്പോൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്ന റീജിയൻ, അതായത് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസും അത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ റീജിയൻ വേർ H0 ഇസ് റിജക്റ്റഡ്, അത് മാത്രം പഠിച്ചാലും മതി. റീജിയൻ വേർ H0 ഇസ് റിജക്റ്റഡ്, നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്ന റീജിയൻ ആണ് ക്രിട്ടിക്കൽ റീജിയൻ. ഇനി വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്, ക്രിട്ടിക്കൽ വാല്യൂ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതെന്താ? ആക്സെപ്റ്റൻസ് റീജിയനെയും ക്രിട്ടിക്കൽ റീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ലൈൻ അല്ലെങ്കിൽ ആ വാല്യൂ, അതിനാണ് നമ്മൾ എന്ത് പറയാ? ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയാം. അത് നോട്ട് ചെയ്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റെഡി? ഇനി അടുത്തത് പവർ ഓഫ് എ ടെസ്റ്റ്. ഡെഫിനിഷൻ ചോദിച്ചതല്ലേ. പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ അത് ഡിഫൈൻ ചെയ്യുക 1 മൈനസ് ബീറ്റ എന്ന്. അപ്പോൾ ബീറ്റ എന്താ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എററാ. നോക്കിക്കുക, സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചാൽ മതി. റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്, അതായത് റിജക്ട് H0 വെൻ ഇറ്റ് ഈസ് ഫാൾസ്, അതിന്റെ പ്രോബബിലിറ്റി. അപ്പോൾ നോക്കിക്കോ, പി ഓഫ് റിജക്ട് H0 വെൻ H0 ഇസ് ഫാൾസ്. അതൊന്ന് ഞാൻ തല ഇട്ടിട്ടുണ്ടെങ്കിൽ 1 മൈനസ് റിജക്ട് H0 വെൻ H0 ഇസ് ഫാൾസ്, അത് തല തിരിഞ്ഞാൽ എന്താ വരിക? ആക്സെപ്റ്റ് H0 വെൻ H0 ഇസ് ഫാൾസ്. H0 തെറ്റാകുമ്പോൾ അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് കേസ് എന്താ വരിക? H0 തെറ്റാകുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 1 മൈനസ് പി ഓഫ് ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. ഇതെന്താ? ആക്സെപ്റ്റ് H0 വെൻ H0 ഈസ് ഫാൾസ്. അതിന്റെ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് ടൈപ്പ് 2 എറർ. അപ്പോൾ ടൈപ്പ് 2 എറർ കണ്ടോ? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എററിനെ ബീറ്റ എന്ന് പറയാം. അപ്പോൾ 1 മൈനസ് ബീറ്റ ആണ് എന്ത്? പവർ ഓഫ് എ ടെസ്റ്റ്. അപ്പോൾ അതും ആലോചിച്ച് വെക്കുക കേട്ടോ. അത് പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പഠിച്ചാൽ നല്ലത്. റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. അതിന്റെ പ്രോബബിലിറ്റി അതാണ് എന്ത്? നിങ്ങളുടെ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞത്. അടുത്തത് സിമ്പിളാ. ഈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എ വേരിയബിൾ വിത്ത് വേരിയൻസ് 32 ഈസ് തോട്ട് ടു ഹാവ് എ മീൻ ഓഫ് 55. A random sample of 81 independent observation of the variable gives mean 56.2. Test whether the mean is not 55. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. n ഗ്രേറ്റർ ദാൻ 30. അപ്പോൾ നിങ്ങൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും? Z ടെസ്റ്റ് തന്നെ. 2 tailed ആണോ 1 tailed ആണോ? എടാ ഇവിടെ ടെസ്റ്റ് വെദർ മീൻ ഈസ് നോട്ട് 55 എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? 2 tailed ടെസ്റ്റ് യൂസ് ചെയ്യണം. അതായത് വളരെ സിമ്പിൾ ആണ്, കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് നമ്മൾ Z സ്റ്റാറ്റിസ്റ്റിക്, ഇവിടെ തന്ന വാല്യൂസ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. വേരിയൻസ് സിഗ്മ സ്ക്വയർ 32 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ റൂട്ട് 32. മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ മീൻ അതിവിടെ തന്നിട്ടുണ്ട്. വേരിയബിളിൻ്റെ വേരിയൻസ് ഇതാ, അത് നമ്മൾ തന്നു, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതി. ആൻഡ് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഇതാ, സാമ്പിൾ മീൻ 56.2 ആണ്. ആൻഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 81. സാമ്പിളിൻ്റെ സൈസ് 81 ആണ്, അതിൻ്റെ മീൻ 56.2 ആണ്. Z ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. 2 tailed ആണോ 1 tailed ആണോ അത് നമുക്ക് നോക്കാം. H0 ഫസ്റ്റ് നിങ്ങൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. നൾ ഹൈപ്പോത്തസിസ് എങ്ങനെ സെറ്റ് ചെയ്യുക? മ്യൂ ഈക്വൽ ടു മ്യൂ സീറോ. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതായത് നിങ്ങളുടെ മ്യൂ 0 ആയിട്ട് അല്ലെങ്കിൽ മ്യൂ ആയിട്ട് എടുത്തത് എത്രയാ? 55 അല്ലേ? അപ്പോൾ മ്യൂ ഈക്വൽ ടു 55. ടെസ്റ്റ് വെദർ ഈസ് നോട്ട് 55 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താ വരിക? H1 മ്യൂ നോട്ട് ഈക്വൽ ടു 55. എടാ നോട്ട് ഈക്വൽ ടു 55 ആണ് വരുന്നതെങ്കിൽ, നോട്ട് ഈക്വൽ ടു 55 ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് 2 tailed ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ കാണേണ്ട വാല്യൂ Z alpha by 2 at the confidence level of significance തന്നിട്ടുണ്ട്. അപ്പോൾ 0.05 ആകുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ചോദിക്കും, എവിടെയാണ് 1 tailed ടെസ്റ്റ് യൂസ് ചെയ്യാന്ന്? എടാ ഇവിടെ 2 tailed യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ടാണ്. 1 tailed ആണ് യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയും ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ആണെന്ന്. ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് 1 tailed ടെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാ? Z ടെസ്റ്റ് അല്ലേ യൂസ് ചെയ്യുക? എക്സ് ബാർ മൈനസ് മ്യൂ 0 ബൈ സിഗ്മ ബൈ റൂട്ട് 10. എക്സ് ബാർ എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 56.2. ആൻഡ് മ്യൂ 0 അല്ലെങ്കിൽ മ്യൂ 0 അല്ലെങ്കിൽ മ്യൂ രണ്ടും എടുത്താൽ മതി. അപ്പോൾ രണ്ടും സെയിം അല്ലേ നമ്മൾ എടുക്കുന്നത്? 55 ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് 32 റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് 81. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ Z ഈസ് ഈക്വൽ ടു 1.91. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇനി സംഭവം ഇത്രയേ ഉള്ളൂ. മോഡ് Z ഗ്രേറ്റർ ദാൻ Z ആൽഫ ബൈ 2 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? റിജക്റ്റ് H0. അങ്ങനെ ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം. അതിന് നിങ്ങളിതാ 2 tailed ടെസ്റ്റിൽ Z ആൽഫ ബൈ 2 0.05 വാല്യൂ നോക്കണം. Z ആൽഫ ബൈ 2 0.05 ആകുമ്പോൾ നിങ്ങളുടെ വാല്യൂ 1.96. അപ്പോൾ നോക്കിക്കേ, Z ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എത്രയാ? 1.96. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 1.91 മോഡ് ഗ്രേറ്റർ ദാൻ 1.96. ഇത് ട്രൂ ആണോ? അല്ല, ഇത് ഫാൾസ് അല്ലേ? ഇത് ഫാൾസ് ആയതുകൊണ്ട് H0 റിജക്റ്റ് ചെയ്യല്ല ചെയ്യുക. ഇത് ഫാൾസ് ആയതുകൊണ്ട് ആക്സെപ്റ്റ് H0. അപ്പോൾ H0 എന്താണോ, നൾ ഹൈപ്പോത്തസിസ് എന്താണോ അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്താ നമ്മൾ സെറ്റ് ചെയ്തത്? മ്യൂ ഈക്വൽ ടു 55 അല്ലേ? ഇതാണ് നൾ ഹൈപ്പോത്തസിസ് അല്ലേ? H0 മ്യൂ ഈക്വൽ ടു 55. അതാ ക്വസ്റ്റ്യൻ ചോദിച്ചതും. വെദർ മീൻ ഈസ് നോട്ട് 55 എന്നാ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? മീൻ നോട്ട് 55 അല്ല, മീൻ 55 തന്നെയാണ്. മ്യൂ ഈക്വൽ ടു 55 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ലാസ്റ്റ് ആൻസർ കൺക്ലൂഡ് ചെയ്യും? ആക്സെപ്റ്റ് H0 ആണെങ്കിൽ നിങ്ങൾ അവിടെ എടുത്തത് സോ മീൻ ഈസ് 55. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 1 tailed ടെസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആ ടേബിൾ വാല്യൂവിൽ ചെറിയൊരു മാറ്റം വരുന്നേ ഉള്ളൂ. ആ ടേബിൾ വാല്യൂ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ യൂസ് ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് T ടെസ്റ്റാണ്. എന്തിനാ T ടെസ്റ്റ് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, n 10 ആണെന്ന് വെച്ചാൽ ലെസ് ദാൻ 30. n ലെസ് ദാൻ 30 ആണെങ്കിൽ യു ക്യാൻ യൂസ് T ടെസ്റ്റ്. നോക്കണേ, ലെസ് ദാൻ
30 ആണെങ്കിൽ ടി ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ടി ടെസ്റ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കും നിങ്ങൾ ആലോചിച്ച് വെക്കുക. ടി സ്റ്റാറ്റിസ്റ്റിക് നേരത്തെ എഴുതിയതുപോലെ തന്നെയാണ് എക്സ് ബാർ മൈനസ് മ്യൂ 0 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ √n അല്ല √n-1. ഓക്കെ, സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ആൽഫ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളിതാ 0.05 അല്ലെങ്കിൽ 5% അതെടുക്കാം. എന്തായാലും ക്വസ്റ്റ്യനിൽ അതിൻ്റെ വാല്യൂ നിങ്ങൾ കൃത്യമായിട്ട് തന്നോളും, പ്രശ്നമില്ല. ഇനി നോക്കിക്കോ, ഇവിടെ ആദ്യം തന്നത് 10 സാമ്പിൾസ് ഉള്ളത്. ഓക്കെ, സാമ്പിൾ മീൻ നിങ്ങളോട് പറഞ്ഞത് 67.8, അത് തന്നിട്ടില്ല. നിങ്ങൾ സാമ്പിൾസ് തന്നിട്ടുണ്ടെങ്കിൽ എണ്ണവും സാമ്പിളും ഇത് വെച്ചിട്ട് നിങ്ങൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. യു വിൽ ഗെറ്റ് 67.8 ആസ് സാമ്പിൾ മീൻ. ഇനി അടുത്ത നോക്ക്, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2.86. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോപ്പുലേഷൻ ആണ്, അതുകൊണ്ടാണ് സിഗ്മ എടുത്തത്. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ. ഓക്കെ, നോട്ട് ചെയ്യണേ. ചിലയിടത്ത് പോപ്പുലേഷൻ്റെ ഇത് തരില്ല, സാമ്പിളിൻ്റെതാ തരിക. അവിടെ നമ്മൾ സിഗ്മക്ക് പകരം എസ് ആണ് യൂസ് ചെയ്യുക. എസ് ബൈ √n-1 ചെയ്യും. സിമ്പിളാ. ഇനി നോക്ക്, ടെസ്റ്റ് വെദർ ദ മീൻ ഓഫ് പോപ്പുലേഷൻ ഈ 66 ഇഞ്ച്. അപ്പം മ്യൂ ആയിട്ട് എടുക്കേണ്ടത് 66. അപ്പോൾ 66 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 66 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. H0 മ്യൂ ഈക്വൽ ടു 66. ഇത് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താ സെറ്റ് ചെയ്യുക? മ്യൂ നോട്ട് ഈക്വൽ ടു 66. ഇത്രയേ ഉള്ളൂ. മ്യൂ ഈക്വൽ ടു മ്യൂ 0. അപ്പം മ്യൂ 66 ആണ്. മ്യൂ 0 ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? 66. അതായത് നൾ ഹൈപ്പോത്തസിസ് ഇങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുക. മ്യൂ ഈക്വൽ ടു മ്യൂ 0 എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ സെറ്റ് ചെയ്യുക. മ്യൂ ഈക്വൽ ടു മ്യൂ 0. റെഡി? അപ്പം നമുക്കത് കിട്ടി. ഇനി നിങ്ങളിതാ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യുക. എക്സ് ബാർ മൈനസ് മ്യൂ 0 ബൈ സിഗ്മ ബൈ √n-1. മ്യൂ 0ക്ക് നിങ്ങൾ 66 കൊടുത്താൽ മതി, അതായത് മ്യൂവിൻ്റെ വാല്യൂ തന്നെ. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 1.8 × 3/2 0.88 കിട്ടും. നിങ്ങളുടെ ടീൻ്റെ വാല്യൂ, ടി സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ 1.88 ആണ്. ഇനി ശ്രദ്ധിച്ചോ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. മോഡ് ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ബൈ 2 ആണെങ്കിൽ, ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? റിജക്റ്റ് H0 റിജക്റ്റ് ചെയ്യും, അതായത് ആക്സെപ്റ്റ് H1. സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി നോക്ക്, നിങ്ങളുടെ വാല്യൂ ടീൻ്റെ വാല്യൂ 1.88 ഗ്രേറ്റർ ദാൻ. ഈ ആക്ച്വലി ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും, ഷുവറാണ്. ആൻഡ് അത് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ടേബിൾ വെച്ച് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അതെന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്തായാലും ക്വസ്റ്റ്യനിൽ തരും. ആൽഫ 0.05 തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ സിഗ്നിഫിക്കൻസ് ലെവൽ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എടാ ഇവിടെ ടോട്ടൽ 10 ആയിരുന്നുള്ളത്. അപ്പോൾ 10-1 എന്ന് പറയുമ്പോൾ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് 0.05 ടു ടൈൽഡ് അല്ലേ യൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെ ടു ടൈൽഡ് ആണെന്ന് മനസ്സിലായത്? നോക്കിക്കേ, ഈ ടെസ്റ്റ് മ്യൂ നോട്ട് ഈക്വൽ ടു 66. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരിക ടു ടൈൽഡ് ടെസ്റ്റാണ്. ഓക്കെ, അത് കൺഫേം ആണ്. ടു ടൈൽഡ് ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ആണെങ്കിൽ 1 ടൈൽഡ് ടെസ്റ്റ്. അപ്പോൾ ടു ടൈൽഡിൽ നോക്കിക്കോ, ടു ടൈൽഡ് ടി ആൽഫ ബൈ 2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. 0.05 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 0.05 ടു ടൈൽഡിൽ 0.05 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇത്, ഈ ഒരു വാല്യൂ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. 2.262. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2.262. ഇത് ശരിയാണോ? അല്ല, ഇത് ഫാൾസാ. ഇത് ഫാൾസ് അല്ലേ? ഫാൾസ് ആണെങ്കിൽ ഞാൻ എന്താ നിങ്ങളോട് കണ്ടീഷൻ പറഞ്ഞത്? ഫാൾസ് ആണെങ്കിൽ ശരിയാണെങ്കിൽ റിജക്ട് H0, ഫാൾസ് ആണെങ്കിൽ ആക്സെപ്റ്റ് H0. H0 എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. സോ റെഡി. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ H0 എന്താ? മീൻ പോപ്പുലേഷൻ മീൻ ഈസ് 66 ഇഞ്ച്. സോ നമ്മൾ എന്ത് ചെയ്തു? പോപ്പുലേഷൻ മീൻ ഈസ് 66 ഇഞ്ച്. ഓക്കെ, റെഡി. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടി ടെസ്റ്റ് പഠിച്ചു, കൈ സ്ക്വയർ പഠിച്ചു, ആൻഡ് സെഡും പഠിച്ചു അല്ലേ? അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഈ ഒരു ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ടെക്സ്റ്റിലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാമിന് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. ബൈ ബൈ.